ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കൂമ്പ് കുറുക്കുന്ന കാര്യത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ്. എൻ്റെ അമ്മച്ചി അതിൽ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ അത് അമ്മച്ചി ഉണ്ടാക്കുവാണ്. ഞാൻ ഇൻട്രോ ഒക്കെ എടുക്കാൻ മറന്നുപോയതല്ല, ആക്ച്വലി ഞാൻ എടുത്തു വെച്ച വീഡിയോ എൻ്റെ ഇത് മിസ്സായി. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തത് ഒരു കൂമ്പ് കുറുക്കുന്നതിൻ്റെ റെസിപ്പിയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇതിലെങ്കിൽ എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. അതെ, ഇതാണ് നമ്മളുടെ കൂമ്പ്, ആനക്കൊമ്പ്. ചുമ്മാതാട്ടോ, ആനക്കൊമ്പൊന്നും അല്ല, കൂമ്പ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഞാൻ പറഞ്ഞ പോലെ കൂമ്പ്. അപ്പൊ ഇന്നലെ എന്താ പറഞ്ഞേ? അപ്പൊ ഇത് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്തോ അമ്മ? കൂമ്പ് കുറുക്കിയതോ? കൂമ്പ് കുറുക്കിയത്. ഇതമ്മ ചെയ്ത കുറച്ച് ഭാഗം മിസ്സായി പോയി. സുട്ടിന് ഉറക്കാൻ പോയി, എന്നിട്ട് ഈ സുട്ടി ഉറങ്ങിയതും ഇല്ല, അതേ വന്നിരിക്കുന്നു. എന്താ ചെയ്തത് വരെ? തേങ്ങാപ്പാലില് കൂമ്പെല്ലാം അരച്ചെടുത്ത്, നേരത്തെ പറിച്ചെടുത്ത എല്ലാം മിക്സിയിൽ അരച്ചെടുത്താ. മിക്സിയില് ജീരകവും ചേർത്ത് ഒരു 1/4 ഗ്ലാസ് അരിപ്പൊടിയും ചേർത്ത് അരച്ച. ഇസൂട്ടൻ അമ്മ നില്ലേ അമ്മ, ഞാൻ ഇവക്കേ ഒരു കസേര ഇട്ടു. കൂമ്പ് വീർക്കുന്നതിന്റെ എന്തൊക്കെയാ അമ്മ ഇട്ടത്? ജീരകം, ഏലക്ക, കരിപ്പൊട്ടി പാനിയാക്കിയിട്ട് അത് അരിച്ചൊഴിച്ച്, പിന്നെ അരിപ്പൊടി 1/4 ഗ്ലാസ് അരിപ്പൊടി കലക്കി ഒഴിച്ചോ? കൂമ്പരച്ചപ്പോൾ അതിൻ്റെ കൂടെ അരച്ച്, ജീരകവും അരച്ച്. പിന്നെ ലാസ്റ്റ് കുറേ വരുമ്പോൾ നെയ്യ് ഒഴിക്കും. നെയ്യോ? ഈ പേസ്റ്റ് പോലെ ആണോ കൂമ്പരച്ചെടുത്തത്? പേസ്റ്റ് പോലെ കട്ട പാടില്ല. ഇനി ഇതിങ്ങനെ ഇളക്കി നമ്മൾ അലുവ ഉണ്ടാക്കുന്നത് പോലെ കുറുക്കിയെടുക്കും. അലുവ ഉണ്ടാക്കുന്ന പോലെ കുറുക്കി ആ പരുവാക്കും അല്ലേ? അലുവയുടെ അത്രയും പരുവത്തിൽ എത്തത്തില്ല. അലുവ അത്രയും പരുവത്തിൽ എത്തണമെങ്കിൽ അരിപ്പൊടി കൂടുതൽ ചേർക്കണം. പക്ഷെ ഞാൻ കൂടുതൽ അരിപ്പൊടി ചേർത്തില്ല. എത്ര നേരം നമുക്ക് പീസായിട്ട് മുറിച്ചിട്ട് ഇത് എത്ര നേരം എടുക്കും? ഇത് കുറേ നേരം എടുക്കും. എത്ര മണിക്കൂർ? മണിക്കൂറൊന്നും പറയാൻ പറ്റത്തില്ല. 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഒക്കെ എടുക്കും. അപ്പൊ ഇത് കുറുകി അടുത്ത ലെവലെത്തുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇടയ്ക്കൊന്ന് തിളച്ച് വറ്റി വന്നായിരുന്നു. അപ്പം അമ്മച്ചി 2ാം പാല് ചേർത്തു. ആദ്യത്തെ പാല് ചേർത്തു. അപ്പം 2ാം പാലും 3ാം പാലും ആദ്യമേ ചേർത്തു. 2ാം പാലും 3ാം പാലും ആദ്യമേ ചേർത്തു. എന്നിട്ടൊന്ന് തിളച്ച് വറ്റി വന്നപ്പോൾ അമ്മച്ചി വീണ്ടും അടുത്ത 1ാം പാല് ചേർത്തു. അന്നേരം ദേ വീണ്ടും പഴയ പോലെയായി. ഇനിയിപ്പോൾ ഇത് കുറുകി നേരത്തെ പറഞ്ഞ പോലെ അലുവയുടെ ആ ഒരു പരുവത്താണ്. തെറിക്കും. നെയ്യ് ചേർത്ത് ആദ്യം ഒരു ട്രിപ്പ് ചേർത്താവുന്നു. 2 സ്പൂൺ നെയ്യ് ചേർത്ത് ദൂരോട്ട് നിന്നോണം. മോന്തയ്ക്ക് തെറിച്ച് വീഴും. മൂത്തോട്ട് തന്നെ തെറിച്ച് വീഴും. നല്ല മണം വരുന്നുണ്ട്. ഇപ്പൊ കയ്യാക്കി കാണിച്ചു തരാം. തെറിക്കുവേ. എന്തോ കാണിച്ചു തരാം? തെറിക്കുന്നത് കാണിച്ചു തരാം. ഉണ്ടോ? തെറിച്ച് ഇവിടെ എല്ലാം വീഴും. ദേഹത്തെല്ലാം വീഴും തെറിച്ച്. നെയ്യ് അടുപ്പേ വീഴും. കൈ വേന എടുക്കുന്നില്ല. കൈ കഴിക്കും. കരിപ്പടല്ലേ നീ വേന എടുക്കുന്നത്. നാളെ എനക്കാൻ വയ്യാതെ വരുന്നത്. ഇപ്പൊ ഈ പരുവായി. ഇതല്ലേ അമ്മ പരുവ? കഴിഞ്ഞില്ലേ? കട്ടിയാവോ? ഇത് കഴിഞ്ഞ് വെച്ച് തണുക്കാൻ വെക്കുമ്പോ ഇത് കട്ടിയാവും. ഈ പരുവ എത്തി. ഈ തണുക്കാൻ വെച്ച് കട്ടിയായിട്ടുള്ള സാധനം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്യും അടുപ്പ്.
ഇതാണതേ അമ്മച്ചി. ഇത് ഫുള്ളില്ല, കുറച്ച് അമ്മച്ചിയുടെ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഇങ്ങനെ ആക്കി വെച്ചു. ഇതിന് കട്ടിയാവും, അലുവ പോലെ ആവും. അലുവയുടെ കൺസിസ്റ്റൻസി അല്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. കട്ടിയായി കഴിഞ്ഞിട്ട് തണുത്തിട്ട് ഇതിപ്പോൾ ചൂടോടെ എടുത്ത് ഇതിലോട്ട് വെച്ചതാ. ബാക്കി ഇത് ഇതിനകത്തുണ്ട്, ഇത്രയും കൂടി ഇതിനകത്തുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ തണുത്ത പരുവം. ഇത് തൊട്ട് നോക്കാവോ അമ്മ? വേണ്ട, അലുവ പോലെ തന്നെ ആയല്ലോ അമ്മ, നല്ല കട്ടിയായിട്ട്. ഇതാണ് സാധനം. ഇതും ഉണ്ട്, വേറെ 2 പാത്രത്തിലും കൂടെ അമ്മച്ചാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ഗൈസ്, ഇതാണ് നമ്മളുടെ പരുവം. ഇത് വേറൊരു പാത്രമായിരുന്നു. കണ്ട, കറക്റ്റ് അലുവ പോലെയല്ല, ഇങ്ങനെ കോരി എടുക്കാം നമുക്ക്. എന്നാൽ കട്ടി പിടിച്ചിരിക്കുന്നേ. അപ്പം നല്ല മധുരമൊക്കെ ഉള്ള സാധനമാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തു ഓൾറെഡി. അപ്പം ഇതായിരുന്നു നമ്മളുടെ കൂമ്പ് കുറുക്കിയ റെസിപ്പി. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ.